ഹലോ ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പുനർജന്മമുണ്ടെന്നും ഇല്ലെന്നും വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ലോകത്തുണ്ട്. ഉദാഹരണത്തിന് ഹിന്ദുമതം, ബുദ്ധമതം തുടങ്ങി ചില മതങ്ങൾ പുനർജന്മം സത്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ ശാസ്ത്രം ഇതുവരെയും പുനർജന്മമുണ്ടെന്ന് അംഗീകരിച്ചിട്ടില്ല. ചില ആളുകൾ പറയാറുണ്ട് കുട്ടികൾ ചെറുപ്പത്തിൽ ചിരിക്കുന്നത് അവരുടെ കഴിഞ്ഞ കാലം ഓർത്തിട്ടാണെന്ന്. എന്നാൽ ചില കുട്ടികളെല്ലാം അവരുടെ കഴിഞ്ഞ കാലം ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള 10 കുട്ടികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പുനർജന്മം ശാസ്ത്രലോകം അംഗീകരിച്ചില്ലെങ്കിലും ഇവർ പറയുന്നത് നുണയാണെന്ന് തെളിയിക്കാൻ ശാസ്ത്രലോകത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സോ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം ചില കാര്യങ്ങൾ ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, ശാന്തി ദേവി. ഇന്ത്യയിലെ ഡൽഹിയിലാണ് ശാന്തി ദേവിയുടെ ജനനം. 1926 ഇവർ ജനിച്ചത്. തനിക്ക് 4 വയസ്സുള്ളപ്പോൾ തന്നെ പോയ കാലം അവർക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞു. ഈ പോയ കാലം ഓർത്തെടുത്ത ശേഷം അവർ പറഞ്ഞത് തൻ്റെ യഥാർത്ഥ വീട് മധുരയാണെന്നും അവിടെ തനിക്ക് ഭർത്താവും കുട്ടികളുമുണ്ട് എന്നായിരുന്നു. തുടക്കത്തിൽ വീട്ടുകാർ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും 6 വയസ്സിൽ അവൾ മധുരയിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ഇതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കിയത്. തൻ്റെ ഭർത്താവിൻ്റെ പേര് കേദറാണെന്നും താൻ കുഞ്ഞിന് ജന്മം നൽകി 10 ദിവസത്തിന് ശേഷം മരണപ്പെടുകയും ചെയ്തു എന്നായിരുന്നു ശാന്തിദേവി തൻ്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഡൽഹിയിൽ ജനിച്ച കുട്ടിയാണെങ്കിലും തീർത്തും മധുരയിലെ സംസാരമായിരുന്നു അവളുടേത്. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് അവളെ അവളുടെ വീട്ടുകാർ മധുരയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കേദർ എന്ന വ്യക്തിയെ പരിചയപ്പെടുകയും ചെയ്തു. പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ശാന്തിദേവി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യമായി. പിന്നീട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ശാന്തിദേവി പുനർജനിച്ച കുട്ടിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയതാവട്ടെ സാക്ഷാൽ മഹാത്മാഗാന്ധി ആയിരുന്നു. നമ്പർ 9, കാമറോൺ മക്കാളസ്. ഗ്ലാസ്ഗോവിൽ ജീവിച്ചിരുന്ന കാമറോൺ എന്ന ബാലൻ തൻ്റെ 2ാം വയസ്സിൽ തന്നെ കഴിഞ്ഞ ജന്മത്തെപ്പറ്റി ചിന്തിക്കുവാൻ ആരംഭിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ താൻ ജീവിച്ചത് ബാറ എന്ന സ്ഥലത്താണെന്നും അവിടെ തനിക്ക് അമ്മയുണ്ടെന്നും തനിക്ക് അവരെ വളരെയധികം ഇഷ്ടമാണെന്നും അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ തൻ്റെ വീട് എങ്ങനെയായിരുന്നെന്നും പേരൻസ് എങ്ങനെയാണെന്നും വളരെ കൃത്യതയോടെ അവൻ പറഞ്ഞു. എന്തിന്, തൻ്റെ അച്ഛൻ്റെ പേര് ഷെയ്ൻ റോബർട്ട്സൺ ആണെന്ന് വരെ അവൻ പറഞ്ഞു. സംഭവം സത്യമാണോ എന്നറിയാൻ അവൻ്റെ യഥാർത്ഥ രക്ഷിതാക്കൾ അവനെയും കൂട്ടി ബാറയിലേക്ക് പോയി. അവിടേക്കുള്ള വഴിയും വീട്ടിലേക്കുള്ള വഴിയെല്ലാം പറഞ്ഞു കൊടുത്തത് കാമറോൺ തന്നെയായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവൻ്റെ പേരൻസിന് ബോധ്യമായി ഇവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. കാരണം അവൻ്റെ പ്രവചനമെല്ലാം കൃത്യമായിരുന്നു. നമ്പർ 8, ചാനായ് ചുംലൈ വോങ്. തൻ്റെ 3ാം വയസ്സിലാണ് ചാനായ് തൻ്റെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് വീട്ടുകാരോട് പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ താൻ ബുക്കാറായ് എന്നു പേരുള്ള ഒരു ടീച്ചറായിരുന്നുവെന്ന് അവൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. താൻ വെടിയേറ്റാണ് മരണപ്പെട്ടതെന്നും ഈ കുട്ടി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ചായ് തൻ്റെ മാതാപിതാക്കളെ കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഒരു വീട്ടിൽ 2 പ്രായമുള്ളവരെ കാണിച്ച് അതായിരുന്നു തൻ്റെ മാതാപിതാക്കൾ എന്നും അവകാശപ്പെട്ടു. എന്നാൽ ശരിക്കും അത്ഭുതം അതായിരുന്നില്ല. ആ വൃദ്ധരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ തൻ്റെ മകൻ വെടിയേറ്റ് മരിച്ചതാണെന്നും അവനൊരു അധ്യാപകനാണെന്നും അവർ സമ്മതിച്ചു. ഇതുകൂടാതെ മറ്റൊരു അത്ഭുതം കൂടെ അവിടെ നടന്നു. ബുവക്കായ് എന്ന അധ്യാപകന് വെടിയേറ്റത് തലയുടെ പിന്നിലായിരുന്നു. എന്നാൽ ചാനായ് ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു, അതും വെടികൊണ്ട അതേ സ്ഥലത്ത്. നമ്പർ 7, ജെയിംസ് ലെയ്ങ്കർ. 1998 ജെയിംസ് ജനിക്കുന്നത്. തൻ്റെ 2ാം വയസ്സിൽ തന്നെ കഴിഞ്ഞ ജന്മത്തെപ്പറ്റി അവൻ ഓർത്തെടുക്കുവാൻ തുടങ്ങി. ഒരു ചിത്രത്തിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് ഇവിടെയാണ് തൻ്റെ പ്ലെയിൻ തകർന്നു വീണത് എന്നവൻ പറഞ്ഞു. ആദ്യം വീട്ടുകാർ തമാശയാക്കിയെങ്കിലും പിന്നീട് അവർ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് ചെയ്തു. 2ാം ലോക മഹായുദ്ധത്തിൽ ഇവോജിമയിൽ ഒരു വിമാനം മാത്രമേ തകർന്നിട്ടുള്ളൂ എന്നവർ കണ്ടെത്തി. ജെയിംസ് ഓസ്റ്റൺ ജൂനിയർ എന്ന പൈലറ്റായിരുന്നു വിമാനം പറത്തിയത്. തൻ്റെ പ്ലെയിൻ തകർന്നു വീണു എന്ന് മാത്രമല്ല അതിൻ്റെ പേര് നട്ടോമ എന്നാണെന്നും ജെയിംസ് പ്രവചിച്ചു. ഈ സംഭവത്തിൽ നിന്നെല്ലാം ജെയിംസ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവർക്ക് ബോധ്യമായി. നമ്പർ 6, റയാൻ. മിഡിൽ ഈസ്റ്റിലുള്ള റയാൻ തൻ്റെ 4ാം വയസ്സിൽ തന്നെ സ്വപ്നങ്ങൾ കണ്ട് എണീക്കുമായിരുന്നു. ഒരു ദിവസം തൻ്റെ അമ്മയോട് തന്നെ ഹോളിവുഡിലേക്ക് കൊണ്ടുപോവാൻ അവൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ജന്മത്തിൽ താൻ ഹോളിവുഡിലാണ് താമസിച്ചത് എന്നായിരുന്നു അവൻ അവകാശപ്പെട്ടത്. അതുകൂടാതെ പഴയ ചില ഹോളിവുഡ് ആക്ടേഴ്സിനെ മീറ്റ് ചെയ്തതും വളരെ ഡീറ്റെയിൽ ആയി തന്നെ റയാൻ തൻ്റെ അമ്മയോട് വിവരിച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവർക്കൊരു ഫോട്ടോ ലഭിക്കുകയും അതിൽ ഒരാളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതായിരുന്നു ഞാൻ എന്ന് റയാൻ അവകാശപ്പെട്ടു.
പിന്നീട് ആ വ്യക്തി ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അയാളുടെ പേര് മാർട്ടിമർ എന്നാണെന്ന് തെളിഞ്ഞു. നമ്പർ 5, ചേസ് ബൗമാൻ. ചേസ് ബൗമാൻ തൻ്റെ പഴയ കാലങ്ങൾ ആരോടും പറഞ്ഞിരുന്നില്ല. എന്നാൽ അവന് നിരന്തരം പേടി സ്വപ്നങ്ങൾ വരാൻ തുടങ്ങി. അതും ദിവസേന പല സ്വപ്നങ്ങൾ കണ്ട് അവൻ പേടിച്ചുണരാൻ തുടങ്ങി. ഇതിൻ്റെ പിന്നിലുള്ള കാരണം അറിയാൻ അവൻ്റെ വീട്ടുകാർ അവനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവനെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും ചെയ്തു. ഹിപ്നോട്ടൈസ് ചെയ്തപ്പോഴായിരുന്നു സത്യങ്ങളെല്ലാം പുറത്തു വരാൻ തുടങ്ങിയത്. ബൗമാൻ ഒരു ഫോബിയ ഉണ്ടായിരുന്നു, വലിയ ശബ്ദത്തോടുള്ള ഫോബിയ. പിന്നീട് ഹിപ്നോട്ടൈസിലൂടെ അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത ഒരു ബ്ലാക്ക് സോൾജിയർ ആണെന്ന് തെളിഞ്ഞു. ഒരു യുദ്ധത്തിൽ വെടികൊണ്ടാണത്രേ അദ്ദേഹം മരിച്ചത്. വെടികൊണ്ട സ്ഥലത്ത് തന്നെയായിരുന്നു ബൗമാൻ ജനിച്ചപ്പോൾ പാടുണ്ടായിരുന്നതും. നമ്പർ 4, ദ പൊള്ളോക്ക് ട്വിൻസ്. വളരെ വിചിത്രമായ ഒരു കാര്യമാണ് പൊള്ളോക്ക് ട്വിൻസിന്റെ കാര്യം. കാരണം ഇവരുടെ പുനർജന്മം ഇവരുടെ തന്നെ ട്വിൻ സിസ്റ്റേഴ്സ് ആയിരുന്ന ജാക്വലിൻ ആൻഡ് ജൊഹാന എന്നിവരുടേതായിരുന്നു. ഈ 2 പെൺകുട്ടികളും മരിച്ച ശേഷമാണ് ഇവർ രണ്ടുപേരും ജനിക്കുന്നത്. അവരുടെ പേരൻസ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നു. ജെന്നിഫറിന്റെ തലയിൽ ജാക്വലിന്റെ തലയിലുള്ളതുപോലെ ഒരു പാടുണ്ടായിരുന്നു. അത് പണ്ടവൾ വീണപ്പോൾ സംഭവിച്ചതായിരുന്നു. മാത്രമല്ല ഇവർ രണ്ടുപേർക്കും മുമ്പത്തെ സിസ്റ്റേഴ്സിന് അറിയാവുന്ന എല്ലാ കാര്യവും കൃത്യമായി അറിയാമായിരുന്നു. എന്നാൽ 5 വയസ്സ് പിന്നിട്ടപ്പോൾ കഴിഞ്ഞ ഓർമ്മകളെല്ലാം അവരുടെ മനസ്സിൽ നിന്നും മെല്ലെ മെല്ലെ മാഞ്ഞുപോയി. നമ്പർ 3, പി എം ജനിച്ചപ്പോൾ അവൻ്റെ മരിച്ച സഹോദരൻ്റെ പലതരം സാമ്യങ്ങൾ അവനുണ്ടായിരുന്നു. അതുകൂടാതെ അവന് ഒരു കോർണിയൽ ബ്ലോക്ക് കോമയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ ഇടത്തെ കണ്ണിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ അവൻ്റെ സഹോദരൻ മരിക്കുന്ന സമയത്തും ഇടത്തെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. നമ്പർ 2, അൺനോൺ ബോയ്. ഈ കുട്ടിയുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഏകദേശം 3 വയസ്സാകുമ്പോഴായിരുന്നു അവന് തൻ്റെ പഴയ കാലം ഓർത്തെടുക്കാൻ കഴിഞ്ഞത്. ഇക്കാര്യമെല്ലാം അവൻ തൻ്റെ ഡോക്ടേഴ്സിനോടും അതുപോലെ പേരൻസിനോടും വെളിപ്പെടുത്തി. തൻ്റെ ശ്മശാനം എവിടെയാണെന്ന് വരെ അവൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. ഇവൻ ജനിച്ച സമയത്ത് നെറ്റിയിൽ ഒരു പാടുണ്ടായിരുന്നു. ആ പാടുള്ള സ്ഥലത്ത് വെട്ട് ഏറ്റിട്ടാണ് താൻ മരിച്ചതെന്ന് ഇവൻ അവകാശപ്പെട്ടു. എന്നിട്ടും ആരും വിശ്വസിക്കാത്ത കാരണം ഇവൻ ഡോക്ടറിനെയും മാതാപിതാക്കളെയും കൂട്ടി ഒരു ഗ്രാമത്തിലേക്ക് പോയി. അവിടെ വെച്ച് ഒരാളെ കാണുകയും അയാളോട് ഞാൻ തൻ്റെ പഴയ നെയ്ബറാണെന്നും നമ്മൾ തമ്മിൽ ഉണ്ടായ ഒരു തർക്കത്തിൽ നീ എന്നെ കോടാലി വെച്ച് വെട്ടിക്കൊന്നുവെന്നും ഈ കുട്ടി അവകാശപ്പെട്ടു. ഇത് കേട്ടപ്പോൾ അയൽക്കാരനാകെ അമ്പരന്നുപോയി. ശേഷം ഇതേ കുട്ടി തന്നെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ ഒരു തലയോട്ടി അവർക്ക് ലഭിച്ചു. ആ തലയോട്ടിയിൽ നെറ്റിയിൽ വെട്ടേറ്റ പാടുണ്ടായിരുന്നു. നമ്പർ 1, സാം ടൈലർ. തൻ്റെ മുത്തശ്ശൻ്റെ പുനർജന്മമാണ് ഞാൻ എന്ന് അഭിപ്രായപ്പെടുന്ന വ്യക്തിയായിരുന്നു സാം ടൈലർ. സാം ജനിക്കുന്നതിന് 1.5 വർഷം മുമ്പായിരുന്നു സാമിൻ്റെ മുത്തശ്ശൻ മരണപ്പെട്ടത്. സാം തൻ്റെ പേരൻസിനോട് സംസാരിച്ചിരുന്നത് അവൻ്റെ അപ്പൂപ്പൻ്റെ പോലെയായിരുന്നു. അതായത് തൻ്റെ പേരൻസിൻ്റെ പേരൻ്റാണ് ഞാൻ എന്നായിരുന്നു സാമിന് തോന്നിയത്. അതുകൂടാതെ അപ്പൂപ്പൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പലതും സാം വെളിപ്പെടുത്തി. അച്ഛൻ മരിച്ച ശേഷം ജനിച്ച കുട്ടിക്ക് എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നത് പലരെയും അത്ഭുതപ്പെടുത്തി. പക്ഷേ വിശ്വസിക്കുകയല്ലാതെ മറ്റു മാർഗം അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഴയകാലം ഓർമ്മയുള്ള ഏതാനും ചില കുട്ടികളുടെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും നിങ്ങളുടെ പഴയ കാലങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും ഈ ഒരു ചാനലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.